ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഹോണ്ട ഡിയോ സ്കൂട്ടറിൻ്റെ എയർ ഫിൽട്ടർ മാറ്റുന്നതാണ്. ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ എയർ ഫിൽറ്ററിന് 6 സ്ക്രൂ ആണ് വരുന്നത്. ഈ 6 സ്ക്രൂ നമുക്ക് അഴിച്ചു മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഓരോരോ സ്ക്രൂ ആയിട്ട് നമുക്ക് അഴിച്ചു മാറ്റാം. ഇപ്പം മേലെ ഭാഗത്ത് വരുന്ന 2 സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇതിനൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ 5 സ്ക്രൂ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്ക്രൂ മാത്രമായിട്ട് ഒരു ഹോളിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ താഴത്തെ ഭാഗത്തെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബോട്ടം സൈഡ് നോക്കി കഴിഞ്ഞാൽ ബോട്ടത്തിൽ കാണുന്നില്ലേ, അത് അവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. എന്നിട്ട് താഴെ ഭാഗത്തൊന്നും ഈ ബോഡീൻ്റെ കവറിൻ്റെ അകത്തൊരു ഹോൾ കാണുന്നുണ്ട്. ആ ഹോളിൻ്റെ അകത്തേ കൂടി ഒരു സ്ക്രൂ വരുന്നുണ്ട്. അത് അഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും കുറച്ചൊരു ശ്രദ്ധിക്കാനുള്ളത്. ഒരു പക്ഷേ ആ സ്ക്രൂ കണ്ടില്ലെന്ന് വരും. അപ്പോൾ 5 സ്ക്രൂ നമുക്ക് പുറത്ത് കാണാൻ പറ്റും. 6ാമത്തെ സ്ക്രൂ അതിൻ്റെ ആ ഹോളിൻ്റെ അകത്താണ് വരുന്നത്. അത് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കവർ അഴിച്ചു മാറ്റാം. കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എയർ ഫിൽറ്റർ കാണാൻ വേണ്ടി പറ്റും. ഇതാണ് എയർ ഫിൽറ്റർ യൂണിറ്റ്. ഇതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. ഇത് നല്ല രീതിയിൽ പൊടിയുണ്ട് ഇതിനകത്ത്. ഇത്രയും അധികം പൊടി വന്നാൽ വണ്ടിയുടെ മൈലേജിനെ കാര്യമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ വരാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു എയർ കംപ്രസർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഡസ്റ്റ് അടിച്ച് വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്ന ഒരു രീതിയിൽ പറ്റില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി അതിൻ്റെ ഉൾഭാഗത്ത് അത്യാവശ്യം പൊടിയുണ്ടാവും. അതൊരു കോട്ടൺ വേസ്റ്റ് എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് വൃത്തിയാക്കി വെക്കുക. ഇത് പുതിയ എയർ ഫിൽറ്ററാണ്. ഇതിന് 220 രൂപയാണ് വില. ഹോണ്ട ജെനുവിൻ പാർട്സാണ്. കഴിയാവുന്നതും നല്ല പാർട്സുകൾ ഉപയോഗിക്കുക, ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സുകൾ കഴിയുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പുതിയ എയർ ഫിൽറ്ററിൻ്റെയും പഴയ എയർ ഫിൽറ്ററിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, എത്രത്തോളം ഇത് പഴയ എയർ ഫിൽറ്റർ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് വണ്ടിക്ക് സ്റ്റാർട്ടിങ് ട്രബിൾ, അതുപോലെ തന്നെ മൈലേജ് കുറയുക, അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. പൊതുവെ എയർ ഫിൽറ്ററിനെ എല്ലാവരും അധികം ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഒരു സത്യം. എഞ്ചിൻ്റെ അകത്തേക്ക് ഡസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റൺ റിങ്ങിനൊക്കെയുള്ള തേയ്മാനം വർദ്ധിപ്പിക്കും. അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഇപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. ചെറുതായിട്ട് നേരത്തെയുള്ള ഒരു സ്ക്രൂ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞില്ല. ഒരു ബോഡീൻ്റെ ഹോളിൻ്റെ അകത്തൂടെ വരുന്നൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അതേ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ കഴിയുന്നതും ക്രോസ് ആയിട്ട് സ്ക്രൂകൾ ഫിറ്റ് ചെയ്യുക. ഒന്ന് മേലെ ഒന്ന് താഴെയൊക്കെ ആയിട്ട്. എന്നാൽ നമുക്കതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമായിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ഈ ഹോളിൻ്റെ അകത്തുള്ള സ്ക്രൂ ടൈറ്റാക്കിയ ശേഷം ബാക്കി വരുന്ന സ്ക്രൂകൾ ഓരോന്നായിട്ട് മേലത്തെ 2 അതുപോലെ തന്നെ താഴത്തെ 2 അങ്ങനെ മാറി ഓരോന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ സ്ക്രൂവും ടൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.